ഇന്നൊരു സ്പെഷ്യൽ സന്തോഷമില്ലേ? ഭയങ്കര സന്തോഷം. മഞ്ഞ റോസിനകത്ത് എന്താ കാരണം? ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ടോ? പപ്പ ദുബായി ദുബായിന്ന് വന്നിട്ട് എന്ത് കൊണ്ടുവന്നു? അതെ, മിഠായും. അല്ല ഞങ്ങൾക്ക് എവിടെ? ഹലോ, വെൽക്കം ടു ടോപ്പ് സിംഗർ. ഹായ്, നമസ്കാരം. ദുബായിലെവിടെ? ദുബായില് റോള. അപ്പൊ എങ്ങനെയുണ്ട് മോളുടെ പാട്ട്? ടെലിവിഷനിലല്ലേ കേൾക്കണേ? അപ്പൊ എങ്ങനെയുണ്ട്? ഇവള് അങ്ങനെ വലിയൊരു സംഗീത പാരമ്പര്യം ഒന്നുമില്ല ഞങ്ങക്ക്. ഇവള് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. ഈ സംഗീത പാരമ്പര്യം എന്ന് പറയുന്നില്ലേ, യാതൊരു സംഗീത പാരമ്പര്യം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാനും. അതുകൊണ്ട് അതിൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞോട്ടെ. ആദ്യം ടാലന്റ് ആണ്, മോക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്. അതാണ് നമ്മുടെ ശക്തി, തീർച്ചയായിട്ടും. അപ്പൊ ഈ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ദുബായിൽ നിന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്നു ഈ ഒരു പെർഫോമൻസിന് വേണ്ടി വന്നില്ലേ, അതൊരു സഭാഷാണ് കേട്ടോ. അതിനൊരു നല്ല കൈയടി കൊടുക്കണം. തൊട്ടടുത്ത് ചേച്ചിയാണോ? എന്താ ചെയ്യണേ? ഞാൻ എൻട്രൻസിന് കോച്ചിങ് കഴിഞ്ഞു. അപ്പൊ എസ്തറിന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആണോ? അങ്ങനെയും പറയാം. ഓ, ഫ്രണ്ട്സിനെ പോലെയാ? അല്ല, ആ പറച്ചിൽ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അടി ഓ, നല്ല കൂട്ടുകൾ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. അടി എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിയാണോ സൂപ്പർ സുപ്രീം അടിയാണോ? രണ്ടാമത്തെ. സമാധാനത്തോടെ ടിവിയും വെച്ച് അവിടെ മര്യാദക്ക് ഇരിക്കും. ചേച്ചി വന്നെന്നെ ചൊറിഞ്ഞിട്ട് അത് മാന്ത് കൊടുക്കും. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ടിവി റിമോട്ട് എടുത്തിട്ടു. അവിടെ അടിയാവും. അതെങ്ങനെ അടിക്കും? തല്ലൂടും. ചേച്ചി എന്നെ മാന്തും. രണ്ടുപേരും കൂടെ ചേച്ചിയുടെ വിഷമം. വീട്ടില് സംഘർഷ അവസ്ഥയാണോ? അതെ, അടിയൊക്കെ തീർക്കുന്നത് അമ്മ. ടി വി ഒക്കെ കട്ട് ചെയ്ത് രണ്ടുപേരും ടി വി കാണണ്ട. അതാണ് അമ്മയുടെ ഒരു ഡിപ്ലോമസിയുടെ ഒരു ഭാഗം. അത് എല്ലാ വീട്ടിലും നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും ടി വി കാണണ്ട. ആരോട് പക്ഷപാതം ഒരു ബാലൻസിൽ എത്തിക്കൂടെ? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വേഗം കൊണ്ടുപോയി ഞാൻ ഹോസ്റ്റലിലാക്കി. അയ്യോ, അപ്പൊ കുറച്ചൊരു സമാധാനായി. പക്ഷെ എസ്തർ കുട്ടിക്ക് ചേച്ചിയെ മിസ് ചെയ്യുന്നില്ലേ ഹോസ്റ്റലിൽ പോയപ്പോ? ചെറുതായിട്ട്. അതാണ്. ചേച്ചി പാടുവോ? പാടും. ആണോ? ആ ചോദ്യം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒളിച്ചിരിക്കാണ്. എന്നാ നേരെ സ്റ്റേജിലേക്ക് പോക്കോ. സ്റ്റേജിലേക്ക് അനൗൺസ് ചെയ്ത് പോവാതിരിക്കണം. മോശം. കൈയടിച്ചു പോയി. ഹലോ, ഹായ്. ഒപ്പനയും കളിക്കാറുണ്ടല്ലേ? +1 +2 ഞാൻ കലോത്സവത്തിന് നിന്നിട്ടുണ്ടായിരുന്നു. ഒപ്പനയ്ക്ക്? അല്ല, തിരുവാതിര. ഒപ്പന? ഒപ്പന ഉണ്ടായിരുന്നു. അതില് മണവാട്ടിയോ? അത് കൂടെ കളിക്കാനായിട്ട് ആണോ? ചേച്ചി ഏത് പാട്ടാ പാടാറുള്ളത്? എനിക്കറിയാത്ത പാട്ടുകൾ ഞാൻ ഇവളുടെ കൂടെ പാടാൻ വേണമെങ്കിൽ. ഏത് പാട്ടാ? നിങ്ങളൊരു തീരുമാനത്തിൽ ആദ്യമായിട്ട് ഇത്ര സ്നേഹത്തോടെ അങ്ങോട്ട് അടി വീട്ടിലെത്തിയിട്ട് കിട്ടും. കൊതിയോടെ നോക്കുക. ഇങ്ങനെ അത്ഭുതത്തോട് നോക്കാതെ. അനിയത്തിക്ക് മൈക്കുണ്ട്. ചേച്ചി പിടിച്ചോ? മണ്ണിൽ പുതുമഴ വിടരുന്നേ, മണ്ണിൽ പുതുമഴ വിടരുന്നേ. പെരിയോനേ പഠിക്കോ? പെരിയോനേ. എന്തായാലും കൊള്ളാം. സെൻസ് ഫോർ മ്യൂസിക് അതുണ്ടല്ലോ.